ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 66 ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം. ഇനി ഞാനിത് ചെയ്യൂല. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇല്ല ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലേ? അത് നമുക്കറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. നാരായണ നാരായണ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി, അവിടെ ഇടയ്ക്ക് വരാറ്. അന്വേഷണം എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. ഇനി അറസ്റ്റിലേക്കടക്കം നീങ്ങുകയായിരിക്കുമോ അടുത്ത നിയമ നടപടി? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അപ്പൊ എല്ലാം പറഞ്ഞു. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി.